അതായത് യുക്തിയുള്ളവരെല്ലാവരും ദൈവത്തെ അന്വേഷിക്കുന്നുണ്ട്. അപ്പോ ഈ പ്രവാചകൻ മുഹമ്മദ് നബിയുടെയും പരിശുദ്ധ ഖുർആന്റെയും മുമ്പ് പല രാജ്യങ്ങളിലേക്കും പല ഗോത്രങ്ങളിലേക്കും ഒക്കെ ആയിട്ടാണ് പിന്നെ ഈ ദൈവദൂതന്മാരെ നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നത്. അതിന്റെ കാരണം എന്ന് പറയുന്നത് അതിൽ പല ആളുകളും പല വിശ്വാസങ്ങളിലായിരുന്നു. ചിലർ ചന്ദ്രദേവനെ, ചിലർ സൂര്യനെ, ചിലർ മരത്തെ, ചിലവർ ഇപ്പോ പിന്നെ ഇതേ തന്നെ ഇവിടെ പ്രസന്റ് ചെയ്തല്ലോ. അപ്പൊ അങ്ങനെയുള്ള കുറെ ദൈവങ്ങളെയാണ് ആരാധിച്ചിരുന്നത്. അത് യഥാർത്ഥ ദൈവത്തെ ചൂണ്ടിക്കാണിക്കാനായിട്ടാണ് യഥാർത്ഥത്തിൽ ദൂതന്മാരെ ദൈവം നിയോഗിച്ചത്. അത് നമുക്കൊക്കെ അറിയുന്ന കാര്യമാണല്ലോ. അപ്പോ ഈ സത്യത്തില് യേശുവിന് ശേഷം പോലും മനുഷ്യരെ ആരാധിക്കുന്ന ആളുകൾ വരെ ക്രിസ്ത്യാനികളുടെ ഇടയിൽ പോലും ഉണ്ടെന്നാണ് എനിക്കറിയുന്നത്, ഞാൻ മനസ്സിലാക്കിയത് ക്ലബ് ഹൗസിലൂടെ ഒക്കെ. അപ്പോൾ മനുഷ്യനായ യേശുവിനെ പോലും ആരാധിക്കുന്ന ആളുകളാണ്. അപ്പൊ ഇതൊക്കെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് അവസാനമായ ഒരു പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിശുദ്ധ ഖുർആനിലൂടെ ആഹ്വാനം ചെയ്യുന്നത്. എല്ലാ ദൈവങ്ങളെയും, എല്ലാ പേരുകളെയും, ലാഹായാലും ആഹായാലും എന്തായാലും അതിനൊക്കെ വിട്ടുകളയുകയും ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു പേര് സ്വീകരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്ന പരിശുദ്ധ ഖുർആൻ പറയുന്ന ആ തത്വം. അതിനെ ജമാൽ സാഹിബ് നമ്മൾ ചോദ്യമായിട്ട് ചോദിക്കണം കേട്ടോ, നമ്മൾ ചോദ്യമായിട്ട് പ്രേമിക്കണം. അതിനെങ്ങനെ കാണുന്നു? അതായത് എല്ലാത്തിനെയും ഉപേക്ഷിച്ചുകൊണ്ട് എല്ലാ ലോക മനുഷ്യർക്ക് മുഴുവൻ അംഗീകരിക്കാൻ പറ്റുന്ന ഒരു നാമത്തിലേക്ക് വരാൻ ഒരു പ്രവാചകൻ പിന്നെ ലോകത്തെ മുഴുവൻ ഒരേ ഒരു സത്യത്തിലേക്കും ഒരേ നന്മയിലേക്കും വരാൻ ആഹ്വാനം ചെയ്യുന്നു. ഇതിനെ അതായത് യേശുവിന് ശേഷം നമ്മൾ കാണുന്നത് മറ്റ് മനുഷ്യരെ ആരാധിക്കുന്നതാണ്. യഥാർത്ഥ സൃഷ്ടാവായ ദൈവത്തെ ആരാധിക്കാൻ ആയി ഒരു പ്രവാചകൻ പറയുമ്പോൾ അതിനെ പിന്തുടരുന്നതല്ലേ പിന്നെ അഭികാമ്യം എന്നാണ് എനിക്ക് അദ്ദേഹത്തോട് ചോദിക്കാനുള്ളത്. ഓക്കെ, ഇപ്പൊ ഞാൻ മണ്ണൂരിനോട് തിരിച്ചൊരു ചോദ്യം ചോദിക്കാണ്, തീർന്നിട്ട് ഉത്തരം പറഞ്ഞാൽ മതി. ഒരു ആള് ഇപ്പൊ ഞാൻ തന്നെയാന്ന് വെച്ചു, ഞാൻ തന്നെ ഈ പ്രപഞ്ചഗോളങ്ങളെ മുഴുവൻ സൃഷ്ടിച്ച സമസ്ത സൃഷ്ടിയുടെയും സൃഷ്ടാവും നിയന്താവും കാരണഭൂതനുമായ ഏക ദൈവത്തിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ ദൈവത്തെ മാത്രമേ ഞാൻ ആരാധിക്കുന്നുള്ളൂ. ഞാൻ കല്ലിനെയോ മണ്ണിനെയോ മരത്തെയോ രൂപത്തെയോ ഒന്നിനെയും വേറെ ആരാധിക്കുന്നില്ല. ഇങ്ങനെ അദൃശ്യനും അപ്രമേയനുമായ പ്രപഞ്ചനാഥനായ ഏക ദൈവത്തെയാണ് ഞാൻ ആരാധിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിം സംതൃപ്തനാകുമോ? അതോ അല്ലല്ല, ഞാൻ തീർത്ത് ഇങ്ങനെ ഒരു ഏക ദൈവമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ റിക്വയർമെന്റ് ഫുൾഫിൽ ആവുമോ? അതോ മുഹമ്മദ് അവന്റെ പ്രവാചകനാണെന്നും കൂടെ പറഞ്ഞാലേ നിങ്ങളുടെ റിക്വയർമെന്റ് പൂർണ്ണമാവുകയുള്ളൂ? അപ്പോൾ ദൈവം ഏകനാണെന്നും ഏക ദൈവമേ ഉള്ളൂ എന്നും വിശ്വസിക്കുന്നത് കൊണ്ട് ഒരിക്കലും നിങ്ങളുടെ റിക്വയർമെന്റ് പൂർണ്ണമാകുന്നില്ല. മറിച്ച് മുഹമ്മദ് ആണ് അവന്റെ ഏക പ്രവാചകൻ എന്ന് വിശ്വസിക്കണം. തദ്വാര നിങ്ങൾ ഏകദൈവ വിശ്വാസമല്ല പ്രചരിപ്പിക്കുന്നത്, മുഹമ്മദിലുള്ള വിശ്വാസമാണ് പ്രചരിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ മുസ്ലിങ്ങളാണ് മനുഷ്യരെ ആരാധിക്കുന്നത്. മനുഷ്യനായ മുഹമ്മദിനെയാണ് നിങ്ങൾ ആരാധിക്കുന്നത്. നിങ്ങൾ അവന്റെ നാമത്തെയാണ് ഉയർത്തുന്നത്. നിങ്ങൾ ഏകസത്യ ദൈവത്തിന്റെ നാമത്തെ ഉയർത്താൻ തുടങ്ങുന്ന ആ നിമിഷം നിങ്ങളുടെ കൂടെ ഞാൻ ചേരും. പ്രപഞ്ചനാഥനായ ഏകദൈവത്തെ നമുക്ക് ആരാധിക്കാൻ വരൂ, നമുക്ക് ഒന്നായി നിൽക്കാം എന്ന് പറയുമ്പോൾ ആ മനുഷ്യനായ മുഹമ്മദിന്റെ പേര് നിങ്ങളുടെ ആരാധനയുടെ ആഹ്വാനത്തിൽ നിന്ന് എടുത്തു മാറ്റൂ. ഞങ്ങൾ അണിചേരാം, ഞാനടക്കം വരാം.